ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഷെയർ ചെയ്യുന്ന വീഡിയോ ബൊലേറോ മോഡിഫിക്കേഷൻ ആണ്. വരാപ്പുഴയിൽ നിന്ന് വന്ന ശ്രീകുട്ടൻ്റെ വണ്ടിയാണ്. നമ്മൾ ഈ വണ്ടിയിൽ മിഡിൽ സീറ്റ് ഫോൾഡിംഗ് ടൈപ്പ് ആക്കുന്നുണ്ട്. അതുപോലെ ഫ്രണ്ട് സീറ്റ് ഫുള്ളായിട്ട് ആൾട്രേഷൻ ആണ്. ഫുൾ വർക്കായിട്ട് ചെയ്യുന്നുണ്ട്. റൂഫ്, സൈഡ് പാനലൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാവരും വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. മഹേന്ദ്ര ബൊലേറോ ആണ്. ഇൻറ്റീരിയർ ഫുള്ളായിട്ട് കസ്റ്റമൈസ് ചെയ്യാൻ പോവാണ്. കമ്പനി വന്നിരിക്കുന്ന സീറ്റ് കവർ തന്നെയാണ് വണ്ടിയിൽ ഇപ്പോൾ ഉള്ളത്. ഫുൾ ബ്ലാക്ക് ആണ് ഈ വണ്ടിയിൽ ചെയ്യാൻ പോകുന്നത്. മിഡിൽ റോയിൽ വരുന്ന ബെഞ്ച് സീറ്റ് കമ്പനി ഫിക്സഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഫോൾഡ് ചെയ്യാൻ പറ്റില്ല. ഈ വണ്ടിയിൽ മിഡിൽ റോയിലെ സീറ്റ് ഫോൾഡിംഗ് ടൈപ്പ് ആക്കുന്നുണ്ട്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. റൂഫ് ടോപ്പ് കമ്പനി കൊടുത്തിരിക്കുന്നത് ബീജ് കളറാണ്. ഇത് മാറ്റി ബ്ലാക്ക് ചെയ്യാൻ പോവാണ്. അതുപോലെ തന്നെ സൈഡിൽ വന്നിരിക്കുന്ന പില്ലറും മാറ്റി ബ്ലാക്ക് ചെയ്യാൻ പോവാണ്. വണ്ടിയിൽ നിന്ന് ഇപ്പോൾ ഡോർപാഡും റൂഫും എല്ലാം അഴിച്ചിട്ടുണ്ട്. റൂഫിൻ്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. തിരിച്ച് വണ്ടിയിലേക്ക് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡോർപാഡും സൈഡ് പില്ലറും റൂഫ് ടോപ്പും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വണ്ടിയുടെ ഇൻറ്റീരിയർ തന്നെ ചേഞ്ച് ആയിട്ടുണ്ട്. നമുക്കിനി സീറ്റും കൂടെ വരുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ബൊലേറോയുടെ വർക്കെല്ലാം കഴിഞ്ഞ് സെറ്റ് ആയിട്ടുണ്ട്. സീറ്റ് കവർ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് മാറ്റ് ഫിനിഷും ബ്ലാക്ക് മെറ്റീരിയലാണ്. ഫ്രണ്ട് സീറ്റ് രണ്ടും ഓൾട്രേഷൻ വർക്കാണ് ചെയ്തിരിക്കുന്നത്. തൈ സപ്പോർട്ടും സൈഡ് വിങ്സും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് സീറ്റ് രണ്ടിനും ഫോൾഡിംഗ് ടൈപ്പ് ആംറസ്റ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. വെൽഡിംഗ് ആംറസ്റ്റാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഹാൻഡ് ബ്രേക്കിനും ഗിയർ ബൂട്ടിനും കവർ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് സീറ്റ് രണ്ടിനും പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. മിഡിൽ സീറ്റ് അഡീഷണൽ ആയിട്ട് ഫോം ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബീജ് കളർ നൈലോൺ ത്രെഡ് ആണ് ഔട്ട് സൈഡ് വരുന്ന ഡബിൾ സ്റ്റിച്ചിങ് പോർഷനിലെല്ലാം കൊടുത്തിരിക്കുന്നത്. ബാക്ക് സീറ്റും സെയിം ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 4 ഡോർ പാഡും ഡിക്കി പാഡും ബേബി സീറ്റിൻ്റെ അവിടെ വരുന്ന 2 പാഡും ഈ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. വാഷ് ചെയ്യാൻ പറ്റുന്നതും ചൂട് വളരെയധികം കുറവുള്ള മെറ്റീരിയലാണ് ഈ വണ്ടിയിൽ സീറ്റ് വർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഡോർ പാഡിൽ ഡിസൈനായിട്ട് കൊടുത്തിരിക്കുന്നത് ഡയമണ്ട് കട്ടാണ്. സീറ്റിൽ സെൻറ്റർ പോർഷനിൽ ഡിസൈനായിട്ട് കൊടുത്തിരിക്കുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആണ്. സ്ട്രെയിറ്റ് ലൈൻ പോർഷനിലൊക്കെ നൈലോൺ ബ്ലാക്ക് കളർ ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബൊലേറോയിൽ കമ്പനി വരുന്നത് പ്ലെയിൻ സീറ്റാണ്. അതുകൊണ്ട് തന്നെ യാത്രാസുഖം വളരെയധികം കുറവാണെന്ന് ഒരുപാട് ആൾക്കാർ പറയാറുണ്ട്. ഈ വിധത്തിൽ സീറ്റ് ഓൾട്ടർ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു കംഫർട്ട് ഉണ്ടാവും. നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇൻറ്റീരിയർ ഫുള്ളായിട്ട് ബ്ലാക്ക് മെറ്റീരിയൽ വന്നപ്പോൾ നല്ലൊരു ലക്ഷറി ഫീൽ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് സീറ്റ് രണ്ടും ഓൾട്രേഷൻ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ഡ്രൈവ് ചെയ്യാൻ നല്ലൊരു കംഫർട്ടായിരിക്കും. സീറ്റ് ഓൾട്ടർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചാൾ കഴിയുമ്പോൾ ഡാമേജ് ആവുമെന്ന് ഒരുപാട് കസ്റ്റമർ ചോദിക്കാറുണ്ട്. അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വരില്ല. നല്ല ക്വാളിറ്റിയുള്ള ഫോം ഇട്ടിട്ടാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. ഈ വണ്ടിയുടെ മിഡിൽ സീറ്റ് എങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ ചെറിയൊരു ലിവർ കൊടുത്തിട്ടുണ്ട്. ഈ ലിവർ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഇത് ഒരു ഫോൾഡിങ് ഇങ്ങനെ മറിയും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് പൊക്കി വിട്ടാൽ മതി. അപ്പോൾ ഇങ്ങനെ ഫുള്ള് പോയി. നമ്മൾ ഓൾറെഡി ക്ലിപ്പൊക്കെ അടിച്ചിട്ടുണ്ട്. ഒരു സപ്പോർട്ടിങ്ങിന് വേണ്ടി ഒരു വള്ളിയും കൂടെ ഒരു എലാസ്റ്റിക്കും കൂടെ വെച്ചിട്ടുണ്ട്. ഇതുപോലെ സാധനങ്ങളൊക്കെ കയറ്റി കഴിയുമ്പോൾ ഡാമേജ് ആവാതിരിക്കാനാണ്. ഇതിനിപ്പോൾ പഴയ കണ്ടീഷനാക്കാൻ ജസ്റ്റ് ഇവിടെ പിടിച്ച് വലിച്ചാൽ മാത്രം മതി. ജസ്റ്റ് ഇവിടെ പൊക്കി വിട്ട് കഴിഞ്ഞാൽ ലോക്കിങ്. ഇത്രയേ ഉള്ളൂ ഫോൾഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഈ കമ്പനി വന്നിരിക്കുന്ന സീറ്റിൽ തന്നെ വെൽഡ് ചെയ്ത് ഫ്രെയിമിൽ വെൽഡ് ചെയ്ത് സെറ്റാക്കി എടുത്തിരിക്കുന്നതാണ്. മിഡിൽ റോ സീറ്റ് ഫിക്സഡ് വരുന്നതുകൊണ്ട് തന്നെ ലോഡ് കയറ്റാൻ അതുപോലെ സാധനങ്ങളൊന്നും കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒരുപാട് പേര് വിളിക്കാറുണ്ടായിരുന്നു. ഫോൾഡിംഗ് ടൈപ്പ് ആക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. ഈ വിധത്തിൽ ഫോൾഡിംഗ് ആക്കി കഴിഞ്ഞാൽ ഒരു ചാരി മറിച്ച് ഇങ്ങനെ ഉപയോഗിക്കാം. അതല്ല 2 എണ്ണം മറിച്ചിട്ട് വേണമെങ്കിൽ ഫുള്ളായിട്ട് സ്പേസ് കിട്ടുന്ന രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. ഈ ടൈപ്പിലുള്ള വർക്ക് ഇതിന് മുൻപും ചെയ്തിട്ടുണ്ട്. സമയക്കുറവ് മൂലം വീഡിയോ എടുക്കാൻ പറ്റിയിരുന്നില്ല. ചെയ്ത ഉടനെ തന്നെ കസ്റ്റമർ കൊണ്ടുപോകാറാണ് പതിവ്. ഈ വണ്ടിയുടെ ഓണറായ ശ്രീകുട്ടൻ നമുക്കൊരു ദിവസം കൂടെ എക്സ്ട്രാ തന്നിട്ടുണ്ട് വീഡിയോ എടുക്കാൻ. ഈ അവസരത്തിൽ ശ്രീകുട്ടനോട് നന്ദി പറയുന്നു. റൂഫ് ടോപ്പും സൈഡിൽ വന്നിരിക്കുന്ന പില്ലറും ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് കമ്പനി വന്നിരിക്കുന്ന സെയിം ടൈപ്പ് ക്ലോത്ത് മെറ്റീരിയൽ തന്നെയാണ്.
ഈ വണ്ടിയിൽ ചെയ്തിരിക്കുന്ന വർക്കുകൾ ഫ്രണ്ട് സീറ്റ് ഓൾട്രേഷനും ബാക്കിയുള്ള സീറ്റ് നോർമലായിട്ടും സൈഡിൽ വരുന്ന 8 പില്ലറുകളും ചെയ്തിട്ടുണ്ട്. പിന്നെ ഡോർപാഡായിട്ട് 7 ഡോർപാഡും ചെയ്തിട്ടുണ്ട്. അഡ്ജസ്റ്റബിളായിട്ട് ആംറസ്റ്റ് ഫ്രണ്ടിൽ 2 സീറ്റിനും കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് ബ്രേക്ക് ഹാൻഡ് സ്റ്റിച്ചായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗിയർ ബൂട്ട് ചെയ്തിട്ടുണ്ട്. മിഡിൽ സീറ്റ് ഫോൾഡിംഗ് ടൈപ്പ് ആക്കിയിട്ടുണ്ട്. പിന്നെ റൂഫ് ടോപ്പും ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. മാറ്റ് ഫിനിഷും ബ്ലാക്ക് മെറ്റീരിയലാണ് ഈ വണ്ടിയിൽ സീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാ കളേഴ്സും അവൈലബിൾ ആണ്. സീറ്റ് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ ഡയറക്റ്റായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. മിഡിൽ സീറ്റിനെ കുറിച്ച് കൂടുതലായിട്ട് സംശയമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം പുതിയ വണ്ടി പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.